ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുരിങ്ങാക്കായയും തക്കാളിയും കൊണ്ടുള്ള കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി മൺചട്ടിയിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും 1 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം പൊടികളായി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. മുരിങ്ങാക്കായ വേവുന്ന സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചൊന്ന് അരച്ചെടുക്കാം. മുരിങ്ങാക്കായയും തക്കാളിയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കറിക്ക് ആവശ്യമായ വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു തിള വരുമ്പോൾ അടുപ്പിൽ നിന്നും വാങ്ങി വയ്ക്കാം. ഇനി കറി താളിക്കാനായി ചൂടായ എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുരിങ്ങാക്കായയും തക്കാളിയും കൊണ്ടുള്ള കറി റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.